രാവിലെ ചായ അടപ്പത്ത് വെച്ച് പാല് തിളപ്പിക്കാൻ വെച്ച് കഞ്ഞിക്കും അങ്ങ് വെള്ളം വെച്ചു. അപ്പം പഞ്ചസാരയുടെ ഡബ്ബയിലെ പഞ്ചസാരയൊക്കെ തീർന്നായിരുന്നു. അപ്പം പഞ്ചസാരയൊക്കെ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് അവലും കൊണ്ടുള്ള ഉപ്പുമാവ് അല്ലെങ്കിൽ പൊഹയാണ് ഉണ്ടാക്കുന്നത്. അപ്പം സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് ചായയൊക്കെ റെഡിയായി. ചായ ഒന്ന് ഒഴിക്കട്ടെ. അപ്പം ഇവിടെ പിള്ളേർക്ക് കപ്പലണ്ടിയൊക്കെ അധികം ഇടുന്നത് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ കപ്പലണ്ടി എന്തോന്നേലും വറുത്തിട്ട് ഇങ്ങനെ കോരി എടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കടുകും ജീരകമൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ച് സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് കുതിർത്ത അവൽ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നാരങ്ങ നീര്, ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് അതെല്ലാം കൂടെ ഒന്ന് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കപ്പലണ്ടി ഞാൻ ഇതിലിട്ട് കൊടുത്ത്, എന്നിട്ട് ബാക്കി കപ്പലണ്ടി കഴിക്കുന്നവർക്കെല്ലാം കൂടെ ബാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് കഞ്ഞിക്ക് വെള്ളം വെച്ചായിരുന്നു, അരിയൊക്കെ ഒന്നിട്ട്. അപ്പോൾ ഇവിടെ പുക ഞാൻ ചെറിയ തീയിലിട്ടേക്കുമായിരുന്നു. അപ്പം പുകയും റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം കാബേജ് തോരനാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞതിന് ശേഷം ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കടുകും ഉഴുന്നുപരിപ്പും കറിവേപ്പിലയും സവാള എല്ലാം കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം തേങ്ങയും ചേർത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് നിന്ന് നന്നായി ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം വെള്ളം വലിഞ്ഞതിന് ശേഷം പിന്നെ ഉപ്പൂടെ ചേർക്കാം. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മുടെ കാബേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി വെക്കുന്നത് സാമ്പാറാണ്. അപ്പം ഞാൻ കുക്കറിൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വിസിലടിച്ചൊന്ന് അവിടെ പാത്രത്തിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം ഒന്ന് ചൂടാക്കി കഷ്ണങ്ങളിലേക്ക് ചേർക്കുമേ. അപ്പോൾ ഞാൻ ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് പുളിവെള്ളം കുറച്ചൊഴിച്ച് ഒന്ന് ഇച്ചിരി നമ്മൾ സാമ്പാറിൽ പുളി ഒഴിക്കുമല്ലോ, അപ്പോൾ ആ വെള്ളം ഇതിൻ്റെ അകത്ത് മസാലയ്ക്കകത്ത് ചേർത്തതൊന്ന് ലൂസാക്കിയിട്ടുണ്ട്. എന്നിട്ടിത് ഞാൻ കഷ്ണങ്ങളിലോട്ട് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പം ഞാൻ ചില സമയത്ത് കുക്കറിൽ തന്നെ കഷ്ണങ്ങളുടെ അകത്ത് പൊടികളെല്ലാം ചേർത്ത് വിസിലടിച്ചെടുക്കും. ഇവിടെ ഇപ്പോൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെച്ച് നന്നായി ഞാനൊന്ന് വേവിക്കും. പിള്ളേർക്ക് അല്ലെങ്കിൽ ഇവന്മാരെല്ലാം സൈഡിലെടുത്ത് വെക്കും. അതുകൊണ്ട് ഞാനൊന്ന് നന്നായിട്ട് സാമ്പാർ വേവിച്ചെടുക്കുവേ. ഇനി ഇതിലോട്ട് ഞാൻ കടുകൂടെ വറുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ കടുക് വറുക്കുന്ന സമയത്താണ് ഞാൻ കായപ്പൊടി ചേർക്കുന്നത്. അപ്പം നമ്മുടെ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നീട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നു, അത് ലാസ്റ്റാണ്. അതൊന്നെടുത്ത് സാമ്പാറും ഉണക്കമീൻ വറുത്തതുകൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് വറക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 5-6 മാസമായ ഉണക്കമീനാണ്. ഇതിപ്പോൾ ഡബ്ബയിലാക്കി ഞാനിത് ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു, അതുകൊണ്ട് കേടാകത്തില്ല. അപ്പം ഞാൻ പിന്നെ കുറച്ച് ഗ്രേപ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അത് ഞാൻ ഇച്ചിരി വിനാഗിരി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുമായിരുന്നു. അതൊന്ന് കഴുകി വാരിയെടുക്കട്ടെ. അപ്പോൾ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.